എന്ന് പറയാറുണ്ട്. എന്താ അതൊക്കെ തെറ്റാ? അല്ലല്ലോ, അന്ന് കാറ് വാങ്ങാൻ പോയ ദിവസം വേറെന്തോ വിളിച്ചല്ലോ. ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കൂ. എന്താ? എന്ന് എനിക്കത് ഓർമ്മയില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് 2 പ്രാവശ്യം. ജോബി ഇയാൾ ഒറ്റൊരുത്തനാ പറഞ്ഞ എനിക്ക് ലോട്ടറി അടിച്ചു എന്നിട്ട് പറയാ എന്റെ വീട്ടിൽ നിന്ന് പണിക്കെടുക്കാതെ നിന്നെ ഞാനിങ്ങനെ പഠിപ്പിക്കും. അത് കാണാൻ ഞാൻ എന്റെ കാറിൽ വരും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് 2 പ്രാവശ്യം. ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. ഇത്രയും നല്ല പെരുന്നാൾ നടക്കേട്ടോ. ഇവിടെ ക്രിസ്മസിന്റെ പരിപാടി ഗംഭീരമായിട്ട് പിള്ളേർ ഡാൻസ് കളിക്കുന്നു. അച്ഛൻ അവിടെ നിന്ന് നേതൃത്വം കൊടുക്കുന്നു. വേറൊരു അച്ഛൻ പാട്ട് പാടുന്നു. അങ്ങനെ അടിച്ചു പൊളിച്ച് നിൽക്കുന്ന സമയത്ത് ആവശ്യമില്ലാണ്ട് ഒരാൾ കയറി വന്നിട്ട് തൊണ്ട പൊട്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യം പറയുമ്പോ എല്ലാവരും ഇങ്ങനെ വെറുതെ ഇരിക്കുക. പോരട്ടെ പോരട്ടെ. ഇവൻ എന്തിട്ട് ഈ ക്യാമറയിൽ നോക്കിക്കണേ? ഇവന് കൈയടിച്ചൂടെ? തൊപ്പി വെച്ച് നിൽക്കുക ഇങ്ങനെ നാണം കെടുത്താനായിട്ട്. ഫ്രണ്ടിലെല്ലാം വന്ന് നിൽക്കും ഇങ്ങനെ ഓരോ നല്ല അറിഞ്ഞിട്ടില്ല. പാവ പൊട്ടനാ പൊട്ടാൻ. ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഞാൻ ഇതിൽ ചെയ്യാത്ത ജാഫർ ഇടുക്കിയുടെ വോയിസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജാഫർക്ക് ഞാൻ നമ്മുടെ ഏറ്റവും കൂടുതൽ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 8 സുന്ദരികളും എന്താ ഒരു ചാനലിൽ ചെയ്തിട്ടുള്ളതും പിന്നെ ലൈവിൽ ആൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ പറഞ്ഞ നിങ്ങൾ അതെ, ഞാനൊരു കാര്യം പറയാൻ അറിയോ? നമ്മൾ ഈ പള്ളിയല്ലേ ഇതുപോലെയുള്ള നല്ല നല്ല നേതൃത്വത്തിലുള്ള അച്ഛന്മാർ വരുമ്പോഴാണ് പരിപാടി ഗംഭീരം. അടാ എന്ത് നല്ല സ്വഭാവ. എന്നെ വിളിക്കുമ്പോൾ എന്നെ വിളിച്ചപ്പോൾ എന്നോട് മോനെ ഒന്ന് വരണം, ഇത് കഴിഞ്ഞിട്ടൊരു അനൗൺസ്മെൻറ്റ് കുറച്ച് നേരത്തെ ഇടിവെട്ട പോലെ എൻ്റെ പണി പോകുന്നു ഞാൻ വിചാരിച്ചത്. അതുപോലെ ഞാൻ വരണം, ഒന്നും കൂടി ഒന്ന് കൈയടിച്ച്. നന്നായിട്ടുണ്ട്. അതായത് ഈ കൈയടിക്കുക എന്ന് പറയുന്നത് നല്ല മനസ്സുള്ള ആളുകൾക്ക് പറ്റുള്ളൂ. അത് മറ്റുള്ളവരെ അംഗീകരിക്കുന്നതാണ്. അതാണ് ഇപ്പോൾ കൈയടിക്കാൻ പറഞ്ഞത്. അപ്പം ഈ നല്ല മനസ്സുള്ള ആളുകൾക്ക് ഈശ്വര ഇവിടുത്തെ ദേവാലയത്തിലെ ദൈവമേ അവർക്ക് നല്ലത് വരുത്തണേ. ഇനി കൈയടിക്കാണ്ടിരുന്ന കുറച്ച് ആൾക്കാരുണ്ടോ, അവർക്ക് ഈശ്വര ഒന്നും വരുത്തല്ലേ. ഇത്രയും നല്ലൊരു പ്രോഗ്രാമിലേക്ക് വിളിച്ചതിന്, അതും നമ്മുടെ കുട്ടികൾ എല്ലാവരുടെയും ഞങ്ങൾ വലിയ വേറെ പ്രോഗ്രാമിൻ്റെ ഇടയിലാണ് ഈ ഷോകൾ ചെയ്യാറ്. പക്ഷേ അതിനേക്കാളേറെ ഇന്ന് വളരെയേറെ സന്തോഷം തോന്നി. നമ്മുടെ കുട്ടികളെല്ലാവരും ചേർന്ന് ഇനിയുണ്ട് ഒരുപാട് കുട്ടികളുടെ മുതിർന്നവരും എല്ലാവരും. ഇപ്പം എല്ലാവരും ഒരുപാട് മൊബൈലിൽ അഡിക്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പം ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ ഉണ്ടാകുമ്പോൾ അവരെ വേറെ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും.